ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മക്കറോണി പാസ്ത. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഫസ്റ്റ് മൈദ, സെക്കൻഡ് ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒണിയൻ. അത് ചോപ്പായിരിക്കണം, എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ. പിന്നെ ഗ്രേഡഡ് ചീസും ഇത്തിരി ഫ്രഷ് ക്രീമും പിന്നെ ഓറിഗാമി പാസ്ത പൗഡർ, പിന്നെ മിൽക്ക്, ബട്ടർ. സ്പൈസപ്പ് ചെയ്യാൻ ഇത്തിരി സ്പൈസസ്, ചില്ലി ഫ്ലേക്സ്, ക്രഷ്ഡ് പെപ്പറും പിന്നെ പാസ്തയും ഉണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് മക്കറോണി പാസ്തയാണ്, റിമെമ്പർ. ഈ അടുപ്പത്തിൽ അടച്ചു വെച്ചേക്കുന്ന 200 gram ഓഫ് പാസ്ത ആൻഡ് 2 liter വാട്ടർ. നിങ്ങൾക്ക് എത്രയെങ്കിലും ഇട്ടോ, ഞാൻ ഇത്രയൊക്കെ ഇട്ടുള്ളൂ. ഞങ്ങൾക്ക് ഫാമിലി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇത് 10 minutes എടുക്കും ബോയിൽ ചെയ്യാൻ. അപ്പം നമ്മൾക്ക് ബാക്കി എല്ലാ സാധനങ്ങളും വേവിക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇനി ഇടണം. ഇത് ഇട്ടിട്ടുണ്ട്. ഇനി സോട്ട് ചെയ്യണം. എനിക്ക് പേടിയായി ഇങ്ങനെ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമായിട്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം റെക്കോർഡ് ചെയ്യണ ഇത് അമ്മയുടെ ഒപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. ഇനി കുറച്ച് മൈദ ഇടണം, ഇളക്കണം കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ ഞാൻ കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ കാണിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്തിരി മൈദ മതി കേട്ടാ, അധികമായാൽ കൂടിപ്പോവും. ഞാനിത് സെറ്റപ്പായിട്ട് റെഡിയാക്കി വെച്ചതാണ് റെക്കോർഡ് ചെയ്യണം മുമ്പ്. ഇനി സോട്ട് ചെയ്യണം. ഞാൻ വേവിക്കണ സൗണ്ടൊന്നും വയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് വേണ്ട. ഇങ്ങനെ ആവണം അതിൻ്റെ ലുക്ക്. നമ്മളുടെ ഇത് റെഡി ആയിട്ടില്ല, നല്ല നോക്കാം. പിന്നെ ഒരു ഗ്ലാസ് പാല് ഈ പാനിൽ ഒഴിക്കാം, എന്നിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ ലോട്ട്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. I know the sorting time is so much, but it takes so much time to make it. അപ്പോൾ ഇത് ഈ ഫ്രഷ് ക്രീം നമുക്ക് ഒഴിക്കാൻ. എനിക്ക് ഇത്രയും ഫ്രഷ് ക്രീം ഉണ്ടായുള്ളൂ. ഭയങ്കരമായിട്ട് നിൽക്കണമെന്ന് ഇത് എടുക്കാൻ. പിന്നെ ഒന്നുകൂടി സോട്ട് ചെയ്യണം, എന്നാലേ അതാവുള്ളൂ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ഇടണം, പിന്നെ ചില്ലി ഫ്ലേക്സും ഇടണം. ഈ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ഇട്ടിട്ട് നമ്മൾ ഇളക്കണം, ഇങ്ങനെ സോട്ട് ചെയ്യണം. ചില്ലി ഫ്ലേക്സ് ഇട്ടാലും സോട്ട് ചെയ്യണം, രണ്ടും സോട്ട് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഈ ക്രഷ്ഡ് പെപ്പർ നമ്മൾക്കിടാം, എന്നിട്ട് മിക്സ് ആക്കണം. എന്തിനാ എപ്പോഴും മിക്സ് ആക്കണമെന്നറിയില്ല. പിന്നെ പാസ്ത ഇടണം. വാട്ടർ ഡ്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ പാസ്ത ഇടേണ്ടത്. 10 minutes കഴിഞ്ഞിട്ടാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ തിരക്ക് പിടിക്കണ്ട കേട്ടോ. പിന്നെ സോട്ട് ചെയ്യണം. സോട്ട് ചെയ്യാൻ ചിലപ്പോൾ ഹാർഡായിരിക്കും എനിക്ക്. എന്താണെന്ന് വെച്ചാൽ 200 gram ആണ്. നമുക്ക് ചീസ് ഇടാം. ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ല ചിലപ്പോൾ ബട്ടർ ഇടാന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ഓറിഗാമി ഇടാം, ആ പാസ്തേൻ്റെ ഓറിഗാമി ഇടാം. പിന്നെ സോട്ട് ചെയ്യണം ഒന്നുകൂടി. Now enjoy with friends and family. Thank you for watching. Bye guys.